വന്നതേ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ക്ലിയർ ആക്കി തരാനാ. വേറെ ഒന്നുമല്ല, ട്യൂഷൻ ക്ലാസ്സും ഔട്ട് ഓഫ് ദി ബ്ലൂവും ആരുടെ കഥയെന്ന് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ലൈവ് ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ചാനൽ 10K അല്ലേ ആയിട്ടുള്ളൂ. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും എവിടേക്കോ എന്തൊരേക്കോ ചെറിയൊരു വിഷമം പോലെ. You are now listening to Davin's music. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ, നമ്മുടെ ഫാമിലി കുറച്ചും കൂടി എക്സ്പാൻഡ് ആയി കഴിയുമ്പോൾ ഞാൻ ലൈവ് വരും. പിന്നെ എൻ്റെ സ്വന്തം സൗണ്ട് റിവീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് വരുമ്പോൾ കേൾക്കാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ദി ബ്ലൂവും ട്യൂഷൻ ക്ലാസ്സും ആരുടെ കഥയെന്ന് ഇപ്പോഴും കുറേ പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഔട്ട് ഓഫ് ദി ബ്ലൂ എൻ്റെ സ്വന്തം കഥയാണ്, അതായത് എൻ്റെ ലൈഫിൽ നടന്ന എൻ്റെ ലവ് സ്റ്റോറി, അതായത് എഡിറ്റർ ചേച്ചിയുടെ സ്വന്തം ലവ് സ്റ്റോറി. പിന്നെ കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ട്, ചേച്ചിക്ക് കാലം വയ്യാത്തയാണോ അതോ സ്റ്റോറിക്ക് വേണ്ടി വെറുതെ ഇട്ടാണോ എന്ന്. അല്ല, സ്റ്റോറി പറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ട്യൂഷൻ ക്ലാസ് 1, അതായത് ഷോർട്സിലുള്ളത് എൻ്റെ ലവ് സ്റ്റോറി അല്ല, അതെൻ്റെ ഫ്രണ്ടിൻ്റെ ലവ് സ്റ്റോറിയാണ്. അതിലവക്ക്, അതായത് എൻ്റെ ഫ്രണ്ടിന് എൻ്റെ പേര് വെച്ചെന്നുള്ളൂ. പിന്നെ എൻ്റെ ക്യാരക്ടറിന് നന്ദൂന്ന് ഇട്ടു. പിന്നെ ട്യൂഷൻ ക്ലാസ് 1 ആണ് റിയൽ സ്റ്റോറി. ഇനി ട്യൂഷൻ ക്ലാസ് സീസൺ 2, അത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്ത ഒരു ഫാൻ ഫിക്ഷൻ മാത്രമാണ്. അത് സീസൺ 1 ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി മനസ്സിലായില്ലെങ്കിലോ? ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ കർത്താവേ. ബൈ ദ ബൈ, ഞങ്ങളങ്ങോട്ട്